കേരളത്തിൻ്റെ മനോഹരമായ ഹൈ റേഞ്ച് ടൂറിസം കേന്ദ്രമാണ് വാഗമൺ. മഞ്ഞുമൂടിയ മലനിരകളും പച്ചപ്പിൻ്റെ തണുപ്പ് നിറഞ്ഞ തോട്ടങ്ങളും പൊൻവെയിലിൻ്റെ താഴ്വാരങ്ങളും നിറഞ്ഞ വാഗമണിൻ്റെ കാഴ്ചയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇറ്റ്സ് മീ ആദർശ് ബി ജി ആൻഡ് വെൽക്കം ടു 90s Kid ഒഫീഷ്യൽ. വാഗമണിലെ ടീയിലേക്ക് കണ്ടതിന് ശേഷം ഞങ്ങൾ ഉച്ചഭക്ഷണവും കഴിഞ്ഞ് വാഗമൺ മെഡോസിലേക്കുള്ള യാത്രയിലാണ്. ഉച്ചഭക്ഷണമായി ബിരിയാണിയാണ് കിട്ടിയിരുന്നത്. അത് ഈ ഒരു ടൂർ പാക്കേജിൽ ഉൾപ്പെട്ട ഒന്നായിരുന്നു. ഈ കാണുന്നതാണ് വാഗമൺ മെഡോസിലേക്ക് കയറുന്നതിനുള്ള പ്രധാന കവാടം. ഇവിടെ നിന്നും ടിക്കറ്റുകൾ എടുത്തു വേണം അകത്തേക്ക് പ്രവേശിക്കുവാൻ. മുതിർന്നവർക്ക് 10 രൂപയും കുട്ടികൾക്ക് 5 രൂപയുമാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്കുകൾ. ലെഗ് ബോട്ടിങ്ങും സ്കൈ സൈക്ലിങ്ങും ഉൾപ്പെടെ നിരവധി അഡ്വഞ്ചർ ആക്ടിവിറ്റികൾ ഇവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. നിർഭാഗ്യവശാൽ ഞങ്ങൾ എത്തിയ സമയം മഴയായതിനാൽ ഇവിടുത്തെ അഡ്വഞ്ചർ പാർക്കിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയായിരുന്നു. മഴ പെയ്യുന്ന സമയത്ത് വാഗമണിലെ ഈ മൊട്ടക്കുന്ന് കാണാൻ പ്രത്യേക സൗന്ദര്യമാണ്. ഇടിമിന്നലേൽക്കാൻ കൂടുതൽ സാധ്യതയുള്ളതിനാൽ വളരെ പെട്ടെന്ന് തന്നെ ഫോട്ടോകൾ എടുത്ത് ഞങ്ങൾ താഴേക്കിറങ്ങി. റോഡിൻ്റെ ഒരു വശത്ത് ഫാൻസി ഐറ്റംസുകൾ ലഭിക്കുന്ന കടകൾ സജീവമാണ്. മഴക്കാലത്താണ് നിങ്ങളിവിടെ വരുന്നതെങ്കിൽ ടെമ്പററി വാട്ടർ പ്രൂഫ് ജാക്കറ്റുകൾ ഇവിടെ നിന്നും നിങ്ങൾക്ക് മേടിക്കുവാൻ സാധിക്കും. യാത്രയിൽ മഴ കൂടി ഭാഗമായപ്പോൾ യാത്രയ്ക്ക് വന്നവർ ഇഷ്ടമുള്ള പാട്ടുകൾ പാടി യാത്രയെ വീണ്ടും കളറാക്കി മാറ്റി. കാറ്റും കൂരിരുട്ടിനറിടിയും മഴയും അങ്ങനെ പാട്ടൊക്കെ ആസ്വദിച്ച് യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് വാഗമണിലെ പൈൻ ഫോറസ്റ്റ് കാണുന്നതിനുള്ള പാർക്കിങ്ങിലാണ്. പാർക്കിങ്ങിനായി വിശാലമായൊരു പ്രദേശം തന്നെയാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഒരേ സമയം 300 വരെ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാനാകും. യാത്രക്കാരെല്ലാം ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതേയുള്ളൂ. പുറത്ത് മഴ കൂടി പെയ്തതിനാൽ അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്. ചായയും ചോക്ലേറ്റും ചെറുകടികളും ലഭിക്കുന്ന കടകളാണ് ഇവയൊക്കെ. തദ്ദേശീയരായവരാണ് ഇതിൻ്റെ ഉടമസ്ഥർ. മഴ പെയ്തു കഴിഞ്ഞത് കാരണം കാലാവസ്ഥ വളരെ മേഘാവൃതമാണ്. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് പൈൻ വാലിയുടെ പ്രവേശന കവാടത്തിലേക്കാണ് പോകുന്നത്. റോഡിൽ നിന്നും ഏകദേശം 200 മീറ്റർ മാറിയാണ് പൈൻ വാലിയിലേക്ക് കയറുന്ന പ്രധാന കവാടം വരുന്നത്. അങ്ങനെ നമ്മളത് ആ പൈൻ വാലിക്ക് അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഒരാൾക്ക് 10 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത്. മഞ്ഞൊക്കെ ഇറങ്ങി നല്ല സെറ്റ് ക്ലൈമറ്റ്. ടൂറിസം ട്രിപ്പ് എന്ന് പറയുന്നത് നല്ലൊരു എൻജോയ്മെൻറ്റ് ട്രിപ്പ് തന്നെയാണ്. നമുക്ക് എങ്ങനെയായിരുന്നാലും കുടുംബത്തോടൊപ്പം വരുന്നാലും പരിചയമില്ലാത്തവരായിരുന്നാലും എല്ലാവരുമായിട്ട് വളരെയധികം നല്ല മിങ്കിൾ ചെയ്ത് എൻജോയ് ചെയ്ത് നല്ല അടിച്ച് പൊളിച്ച് വരാൻ പറ്റിയ ഒരു നല്ലൊരു ട്രിപ്പ് തന്നെ. ഇത് വരാൻ പറ്റാതിരിക്കുന്നവർക്കൊക്കെ ഇത് വലിയൊരു നഷ്ടം തന്നെയാണ്. പിന്നെ തീർച്ചയായും നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല, വേറെ ടെൻഷനൊന്നും വേണ്ട. നമ്മൾ വരുന്നു എൻജോയ് ചെയ്ത് പോകും. സൂപ്പർ ട്രിപ്പ്. പാലോട് ബസ് ഡിപ്പോയിലെ കണ്ടക്ടറാണ് എൻ്റെ പേര് സതീഷ് എന്നാണ്. കണ്ടക്ടറാണ്. അടിപൊളി സെറ്റ് അടിപൊളി ട്രിപ്പ്. ഇനിയുള്ള ട്രിപ്പുകളും ഇതുപോലെ ആയിരിക്കും. നിങ്ങൾക്ക് വിശ്വസിച്ച് തീർച്ചയായിട്ടും വരാൻ പറ്റും. ഇത് നമ്മുടെ ഒരു തുടക്കം എന്ന രീതിയിലാണ്. അപ്പോൾ ഇനി വരുന്ന നാളുകളിലുള്ളത് ഇതിനേക്കാളും ഗംഭീരമായ രീതിയിലുള്ള ട്രിപ്പുകൾ തന്നെയായിരിക്കും. അത് യാതൊരു സംശയം വേണ്ട. നമുക്ക് ഗവി ട്രിപ്പാണ് അടുത്ത പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഗവി ട്രിപ്പിലേക്ക് വരണം. നമുക്ക് ഇതൊരു വൻ വിജയമാക്കി തീർക്കണം. പാലോട് BTCയെ ഒരു ഉന്നത നിലയിലേക്ക് എത്തിക്കണം. സെറ്റ്. അപ്പോൾ നമ്മളിവിടെ എൻജോയ് ചെയ്ത് നല്ല പൈൻ വാലിക്കകത്ത് ഫോട്ടോസൊക്കെ എടുത്ത് അർമാദിക്കുകയാണ്. വരാത്തവർക്ക് വൻ നഷ്ടം, വന്നവർക്ക് എൻജോയ്മെൻറ്റ്. യെസ്. നേരത്തെ പറഞ്ഞു ഒരാൾക്ക് 10 രൂപയേ ഉള്ളൂ. ഇവിടെ ഇരിക്കാം. നല്ല വൈബാണ്. നല്ല മഞ്ഞും നല്ല ചില്ലായിട്ട് റിലാക്സ് ആയിട്ടിരുന്ന് നല്ലൊരു വൈബ് പിടിക്കാൻ പറ്റിയ സ്ഥലമാണ്. നല്ല പവമെൻ്റൊക്കെ ഇറക്കി അറ്റം വരെയും പവമെൻ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇഷ്ടംപോലെ വെഡ്ഡിങ് ഷൂട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഫാമിലീസിനും കപ്പിൾസിനും ഒക്കെ വരാൻ പറ്റുന്ന ഒരു ഐഡിയൽ സ്പോട്ട് തന്നെയാണ്. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. ഇവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു. This place is a perfect escape for those who seeking peace and tranquility. Actually, every step here feels magical, as if the nature is unfolding its story, one misty page at a time. വാഗമൺ യാത്രയിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് വാഗമണിലെ ഈ പൈൻ ഫോറസ്റ്റ്. വാഗമണിലെ ഓരോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഒന്നിനൊന്നും മെച്ചവുമാണ്. അതേപോലെ തന്നെയാണ് പ്രകൃതി സൗന്ദര്യവും. അങ്ങനെ വാഗമൺ പൈൻ ഫോറസ്റ്റിൽ നിന്നും ഞങ്ങൾ പുറത്തേക്കിറങ്ങുന്ന വഴിക്ക് തദ്ദേശീയരായ ആളുകൾ നടത്തുന്ന കടകളിൽ നിന്ന് കീ ചെയിനുകളും തേൻ നെല്ലിക്കയും അടക്കം വാങ്ങി. ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ തദ്ദേശീയരായവരുടെ ബിസിനസ്സിനെ കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യണം.
അതുമാത്രമാണ് അവർക്കുള്ള ഏക വരുമാനം. പിന്നെ വാഗമണിലെ പൈൻ വാലിയിലേക്ക് വന്നതിൻ്റെ ഓർമ്മയ്ക്കായി ഒരു സുവനീറും വാങ്ങി അടുത്ത പോയിന്റായ പരുന്തുംപാറയിലേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴിയിലാകെ മഞ്ഞ് മൂടി കിടക്കുകയാണ്. സമൃദ്ധമായ പ്രകൃതിയുടെയും മഞ്ഞുമൂടിയ മലകളുടെയും മനോഹരമായൊരു യാത്ര കൂടിയാണിത്. വാഗമൺ പൈൻ വാലിയിൽ നിന്ന് പരുന്തുംപാറയിലേക്ക് ഏകദേശം 36 കിലോമീറ്ററിൻ്റെ യാത്രയുണ്ട്. പരുന്തുംപാറയിലെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം അതിരാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലാണ്. പച്ചപ്പ് വിരിച്ച താഴ്വാരങ്ങളിലേക്ക് മഞ്ഞ് പെയ്തിറങ്ങിയപ്പോൾ ഇളം കാറ്റുമേറ്റ് KSRTC ബസ്സിൻ്റെ വിൻഡോ സൈഡിൽ നിന്ന് യാത്ര ചെയ്യാൻ അതിമനോഹരമാണ്. ചെറുപുഴകളുടെയും ചായത്തോട്ടങ്ങളുടെയും നടുവിലൂടെ നീളുന്ന ഈയൊരു യാത്ര ദൈനംദിന തിരക്കുകളിൽ നിന്ന് ഒരു ദിവസം മാറ്റിവെച്ച് ആസ്വദിക്കാൻ തിരഞ്ഞെടുത്ത ഏറ്റവും നല്ല ഒന്നായി തോന്നി. ബസ് ഇപ്പോൾ ഏലപ്പാറയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏലപ്പാറയുടെ മനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ബസ്സിലുള്ള എല്ലാവരും തന്നെ ആഹ്ലാദത്തിലാണ്. ഈയൊരു യാത്ര പ്രത്യേകമായൊരു അനുഭവം തന്നെയാണ്. ബസ് ഇപ്പോൾ ഏലപ്പാറയും കുട്ടിക്കാനവും പിന്നിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയുടെ മനോഹാരിതയെ ആസ്വദിച്ച് KSRTC ബസ്സിൻ്റെ വിൻഡോ സൈഡിലിരുന്ന് കാഴ്ചകളും ചിത്രീകരിച്ച് യാത്ര ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ ഒരു യാത്രയുടെ അനുഭവം നിങ്ങളിലേക്കും അതേപടി എത്തുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബസ് ഇപ്പോൾ ഈ യാത്രയിലെ അവസാന സ്റ്റോപ്പായ പരുന്തുംപാറയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ നിന്നും യാത്രയ്ക്കെത്തിയ എല്ലാവരും ചേർന്ന് നിന്നൊരു ഗ്രൂപ്പ് വീഡിയോ എടുത്തു. പരുന്തുംപാറയിലെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. മലകളും താഴ്വാരങ്ങളും കൂടാതെ ഈ അനന്തമായ ഈ ആകാശത്തിൻ്റെ ശോഭയും ചിലപ്പോൾ മഞ്ഞുമൂടിയ ഇത്തരത്തിലുള്ള കാഴ്ചകളും ചേർന്ന് ഇവിടെ സമ്മാനിക്കുന്നത് ഇവിടേക്കെത്തുന്ന ഓരോ സന്ദർശകൻ്റെ മനസ്സിലേക്കും കുളിരണിയിക്കുന്ന കാഴ്ചകളാണ്. പരുന്തിൻ്റെ രൂപത്തിലുള്ള പാറ ഇവിടെ ഉണ്ടായത് കൊണ്ടാകാം ഈ സ്ഥലത്തിന് പരുന്തൻ പാറ എന്ന പേര് തന്നെ ലഭിച്ചത്. ഈ സ്ഥലത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ പ്രകൃതി ഇത്രയും ഭംഗിയുള്ളതാണെന്ന് കൂടി നമ്മൾ ചിന്തിച്ചു പോകുന്നു. ഈ യാത്രയിൽ ഞാൻ ഡ്രോൺ കൂടി കൊണ്ടുപോയതിനാൽ ആകാശ ദൃശ്യങ്ങൾ നന്നായി പകർത്താനായി. മണിക്കൂറിൽ 45 കിലോമീറ്റർ വേഗതയിലാണ് ഇവിടെ കാറ്റ് വീശുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ആ കാറ്റിൻ്റെ ശക്തി ശരിക്കും മനസ്സിലാകുന്നുണ്ട്. സൂര്യോദയവും സൂര്യാസ്തമയവും കാണാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് ഈ പരുന്തുംപാറ. ശക്തമായ കാറ്റ് വീശുന്നൊരിടം കൂടിയായതിനാൽ ഇവിടേക്ക് വരുന്ന സന്ദർശകർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പരുന്തുംപാറയിലെ പ്രകൃതിയുടെ മനോഹരമായ വിസ്മയം നേരിൽ കണ്ട് ആസ്വദിക്കേണ്ടത് തന്നെയാണ്. നിങ്ങളുടെ അടുത്ത യാത്രയിൽ പരുന്തുംപാറ കൂടി ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു യാത്രാ വ്ളോഗുമായി കാണുന്നവരെ ഇറ്റ്സ് മീ ആദർശ് PG സൈനിങ് ഓഫ് ഫ്രം 90s Kid Official.